അങ്ങനെ മനോഹരമായ നങ്നോജ് ഗാർഡൻ വില്ലേജിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യത്യസ്തമാണ്. മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ അത് ഒരു ജലത്തിന് ഉപരിതലത്തിൽ വലിയൊരു ലേക്കാണെന്ന് പറയപ്പെടുന്നു. ആ ലേക്കിന് നടുക്കായിട്ട് ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ തട്ടുകടകൾ പോലെ. അവിടേക്ക് നമുക്കിങ്ങനെ നടന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. മുന്നിലായിട്ട് വലിയൊരു മരക്കപ്പലിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. റിയൽ മരക്കപ്പലാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഉരു എന്നൊക്കെ പറയില്ലേ, എന്നതുപോലത്തെ. അപ്പോൾ ഇവിടെ വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തു തരാനായിട്ട് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പോയിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തു തന്നു. അപ്പോൾ നമ്മൾ ഇനി അകത്തെ കാഴ്ചകളെ കാണാൻ പോകുന്നു. ഇത് തായ്ലാൻഡിൽ പഴയൊരു പുരാതന പുരാവസ്തുക്കളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് ഒരു ഉന്തുവണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രിയിലോട്ട് പോയാണ്. ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് തോണിയിൽ പോകാം. അത് അവിടെ എഴുതിയിട്ടുണ്ട്, ഇത് അവിടുത്തെ ബോട്ട് ജെട്ടി പറഞ്ഞ പോലെ ഒരു തോണി ജെട്ടി എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് അവിടെ നിന്ന് ചെറിയ ചെറിയ തോണികളിൽ കയറിയിട്ട് നമ്മളങ്ങനെ പോകണം കേട്ടോ ഈ കാണുന്ന ലേക്കിലൂടെ. Okay, one way for boat stop you backside, you walk around and shopping. You meet me at Okay. 5:30. Okay. 1.5 hours. So Namaste. Do you know Malayalam? Big. Ha. Big cook. Big cook. Cook. Cook 20. ഇവിടെ ഏതോ വലിയ മലയാളി കുക്ക് വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആളിങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വ്ളോഗറിൻ്റെ കൂടെ വന്നതായിരിക്കും. കാരണം നമ്മളും വ്ളോഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി നമ്മളും ഒരു വ്ളോഗറാണ്. ആൾ വിചാരിച്ച് കാണും കേരളത്തിലുള്ള സകല വ്ളോഗർമാർ ഇപ്പോൾ തായ്ലാൻഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നല്ലോ. You know Malayalam everything. Modala and all. How you know Malayalam? Thailand, Pattaya. ഇതാണ് അവസ്ഥ. നമ്മൾ ചോദിച്ചാൽ വേറെ ഒന്ന് പറയും, പക്ഷെ കാശ് കാണിച്ചാൽ എല്ലാ ഭാഷകളും വരും. നമ്മളങ്ങനെ ഇവരുടെ പുറകെ ഇരുന്ന് പോകും കേട്ടോ. അത് കാരണം ഫ്രണ്ടിലുള്ള കാഴ്ചകളൊന്നും നേരെ കാണാൻ പറ്റില്ല, ഇവരുടെ പുറകു വശം മാത്രം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ ഇങ്ങനെ മേൽപ്പാലങ്ങൾ ഒരുപാടെണ്ണം വരുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിങ്ങനെ പാസ് ചെയ്ത് പോകണം. നമ്മളെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് നടന്ന് വരും. വൺ വേ ആണ് ഈ ബോട്ട് സർവീസ് ഉള്ളൂ. ബാക്കി ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് നടന്ന് തിരിച്ച് വരാം. ഏതാണ്ട് 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ദൂരം നോക്കുകയാണെങ്കിൽ. അതെല്ലാം നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഓരോ ബ്രിഡ്ജും ഇങ്ങനെയുള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി കണ്ടുവരണം. 2 സൈഡും ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒരു നഗരം മുഴുവൻ, ഒരു മാർക്കറ്റ് മുഴുവൻ വെള്ളത്തിന് മുകളിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറിയാൽ മേലേക്ക് കയറില്ലേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയാൻ പറ്റില്ല ഇതെന്താ സംഭവം എന്ന്. ഇവിടെ മഴയൊന്നും അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും, നാട്ടിലെ പോലെ തന്നെ അത്രയൊന്നും ഉണ്ടാവില്ല. അത് കണ്ടില്ലേ, വെള്ളത്തിന് തൊട്ടുള്ള രീതിക്കാണ് ഓരോ തട്ടുകളും ഉള്ളത്. മരത്തിൻ്റെ തട്ടുകളാണ് ഉള്ളത് കേട്ടോ, ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിനനുസരിച്ച് വെള്ളത്തിനനുസരിച്ച് അത് പൊങ്ങി വരുമെന്ന് ഒരു ഡൗട്ടുണ്ട് എനിക്ക്. അതായിരിക്കണം ഇവിടെ അങ്ങനെ വെള്ളം കയറാത്തത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ വെള്ളത്തിലൊക്കെ മുതലുണ്ടെന്ന് ഡ്രൈവർ ഏട്ടൻ പറഞ്ഞു. ആൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിൽ മുതലുണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കൈയിട്ടിരുന്നപ്പോൾ കൈയിടണ്ട, ഇവിടെ മുതലൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നോക്കി എന്ത് ഭംഗിയുള്ള ബിൽഡിങ്ങാണ് ഇതെല്ലാം. ഒരു വെള്ളത്തിന് മുകളിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചമാണ്. ഇങ്ങനെയും ഓരോ കാര്യങ്ങൾ ചെയ്യാം അല്ലേ എന്നൊക്കെയാണ് നമ്മൾക്കിങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. കാരണം തായ്ലാൻഡ് പറയുന്നത് ഇന്ത്യയെക്കാളും ഒക്കെ വേറൊരു രീതിക്ക് പോകുന്ന ഒരു കൺട്രിയാണ്. ഭയങ്കരമായിട്ട് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അസാധ്യമല്ല കേട്ടോ. അവരെന്തും ചെയ്യും. ഇത് പണ്ട് മുതലേ അവർ ചെയ്തിട്ടുള്ളതാണ്. അതായത് അവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ ട്രഡീഷൻ കൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ഓരോന്നും. അതിനെ പിന്നീട് അവർ ടൂറിസത്തിൻ്റെ ഭാഗമാക്കുകയായിരുന്നു കേട്ടോ. ഈ തായ്ലാൻഡ് പട്ടായ ഭാഗത്തൊക്കെ വരുന്നവർ എല്ലാവരും ഈ സ്ഥലമൊക്കെ ഒന്ന് കാണുക. വെള്ളത്തിൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് കണ്ടില്ലേ, ഒരു ചെറിയൊരു പാറ പോലെ, അത് ശരിക്കും ഒരു മുതലയായിരുന്നു എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് വ്യക്തമായി കണ്ടില്ല,
എന്നാലും അത് കാണാൻ പറ്റിട്ടോ. അങ്ങനെ ഞങ്ങളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി മുകളിലത്തുള്ള ഓരോ ഷോപ്പുകളും കയറി ഇറങ്ങി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് കേട്ടോ. കളറായിട്ട് വീട്ടിന് മുന്നിൽ തൂക്കാൻ പറ്റുന്ന തോരണങ്ങളും ഹാൻഡ് ബാഗും ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ കൂടെ വന്ന ആൾക്ക് വാങ്ങണമെന്നായി. അതിനിടയിലാണ് നമുക്ക് ഒരാൾ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് തന്നിട്ടോ. അതായത് നമ്മൾ തോണി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും. ഒരു പ്രിൻറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അടിപൊളിയാക്കി ഫ്രെയിം ആക്കിയിട്ട് തരും. അതിന് 100 രൂപ 200 ബാത്ത് എന്ന് പറയും. വേണം എന്നുള്ളവർക്ക് വാങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ പിക്ചറുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം മാറും കേട്ടോ. ഏതാണ്ട് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രാമേശ്വരം ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ പേരക്കയും പഴനിയിലൊക്കെ ഉണ്ടാവില്ല, ഈ പേരക്കയൊക്കെ വിൽക്കാൻ വന്നിട്ട് വാങ്ങിച്ചില്ല പറഞ്ഞാൽ അവർ ഒരുമാതിരി സ്വഭാവം കാണിക്കില്ല. അതുപോലെ ചെറുതായിട്ടൊക്കെ ഇവരും കാണിച്ചു കേട്ടോ. പക്ഷെ ബാക്കിയുള്ളവരൊന്നും കാണിച്ചില്ല, ഷോപ്പ് ഓണേഴ്സ് ഒന്നും കാണിച്ചില്ല. എൻ്റെ അമ്മേ എന്ത് നോക്കി, ടോയ്സും അതുപോലെ തന്നെ വാർഡ്രോബ് ഐറ്റംസ് ഒരുപാടെണ്ണം, പിന്നെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴാണ് കുറേയേറെ ഈ ഹാൻഡിക്രാഫ്റ്റ്സും സോവറിങ് ഷോപ്പുകൾ കണ്ടത്. പിന്നെ ഫിഷിൻ്റെ മസാജിങ് ഇല്ലേ, കാലിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ഫിഷ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതൊന്നും ചെയ്യുന്നില്ല, കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ആവശ്യമില്ലാതെ പണം ചിലവാക്കുന്നില്ല. ഇത് കണ്ടില്ലേ, ഇതെല്ലാം മരത്തിൻ്റെ കേട്ടോ സ്റ്റെപ്പുകളും എല്ലാം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. അവിടെ നല്ല കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും കിട്ടും. അപ്പം നമ്മൾ നല്ലൊരു മാംഗോ ജ്യൂസ് എടുത്തിട്ടോ. ഇവിടെ തായ്ലാൻഡിലെ ഫേമസ് മാങ്ങ ജ്യൂസാണേ. ഇവിടുത്തെ ഫേമസ് മാങ്ങകൾ ഒരുപാടെണ്ണമുണ്ട്, അതൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നോൺ വെജ് ഐറ്റംസാണ്. നോൺ വെജ് ഐറ്റംസ്, മോമോസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ 20 ബാത്ത് 30 ബാത്ത് എന്നൊക്കെ ഉള്ള സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങും. നാട്ടിൽ ഏതാണ്ട് ഒരു 50 രൂപ. ഇതേ ഉണ്ടല്ലേ ചീങ്കണ്ണി മുതലയാണ് കേട്ടോ. ചെറിയ മുതലയുടെ ഇറച്ചി 50 ബാത്ത്. അതായത് നാട്ടിലൊരു 120 130 രൂപൻ്റെ അടുത്ത് വരും ഒരു സ്റ്റിക്ക്. ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ആ കൊന്നിട്ട് അതിൻ്റെ തലകളെല്ലാം ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചീങ്കണ്ണി കുട്ടിയുടെ ഇവിടെ കുറേയേറെ ചീങ്കണ്ണിയുടെ വലിയ തലകളാണ്. ഇനി ഇതുപോലെ തലക്കറിയും ഇവിടെ വെക്കുമെന്നോ അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ചിലപ്പോൾ തലക്കറി വെക്കും. അതുപോലെ ഫിറോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ മിക്കവാറും കറി വെക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ കുറേയേറെ പുഴുക്കളാണ് കേട്ടോ. പല ടൈപ്പിലുള്ള പുഴുക്കളും, പല ടൈപ്പിലുള്ള തേളും സൈസിലുള്ള തേളുകളുണ്ട് കേട്ടോ. ഈ തേളുകളൊക്കെ വിഷമുള്ളതായിരിക്കണം, പക്ഷേ അതിനൊക്കെ ഫ്രൈ ചെയ്ത് നന്നായി വെച്ചിട്ടുണ്ട്. ഇത് ഈ മരത്തിനിടയിൽ കാണുന്ന പുഴു പോലത്തെ ഒരു പുഴുക്കളാട്ടോ. ഇത് പിന്നെ ചീവീടുണ്ട്, ഇപ്പുറത്തും ചീവീട് പോലത്തെ വണ്ട് പോലത്തെ. പിന്നെ ഈ സൈഡ് നോക്കണമെങ്കിൽ പട്ടുനൂൽ പുഴുവിൻ്റെ പോലത്തെ ഒരു പുഴുക്കളാണ്. കാണുമ്പോൾ നല്ല ലേസ് കുർക്കുറേ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ സംഭവം മറ്റേതാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, കാണുമ്പോൾ തിന്നാനൊന്നും തോന്നുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെയും അതുപോലെ തന്നെ സോവറിങ് ഷോപ്പുകളാണ്. കുറേയേറെ ഷോപ്പ് പീസുകളും അങ്ങനെയൊക്കെ വെച്ച്. ഈ കാണുന്നത് തായ്ലാൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു തോണിയാണ് കേട്ടോ. ഇവിടെ പണ്ട് യൂസ് ചെയ്തിരുന്ന ട്രഡീഷൻ മോഡൽ തോണികളാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആനയുടെ ഒക്കെ ഒരു ശില്പം കണ്ടത്. ഇതിലൊക്കെ ഇലയുടെ ആലില പോലെ ഇല്ലേ, അത് ഇവിടുത്തെ ബോധി ട്രീയുടെ ബുദ്ധ വിശ്വാസികളുടെ ഒരു വിശ്വാസപ്രകാരമുള്ള ബോധി ട്രീയാണ്. അതുപോലത്തെ ഇല വെച്ചിട്ടുള്ള ആനയാണ് കേട്ടോ. ഈ ആന ഇതുപോലെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ഇലകളും നമ്മൾ പല അമ്പലങ്ങളിൽ പോയാലും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇതിങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ ഓരോരോ തോണികൾ ഇങ്ങനെ തൊഴിഞ്ഞു പോണതും രണ്ട് സൈഡിലുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണേ നല്ല രസമായിരിക്കും കേട്ടോ. അടിപൊളി ഫോട്ടോസ് കിട്ടും. പിന്നെ അതുകൂടാതെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ തായ്ലാൻഡിൽ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചെറിയ ചിലവ് ചുരുക്കിയിട്ട് ഇവിടെയൊക്കെ വന്ന് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോവാം. അതുപോലെ തന്നെ നല്ലൊരു ടൂറും ആയില്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ കുറേയേറെ കുഞ്ഞു തട്ടുകടകളാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം തട്ടുകടകളാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി തരും. നമ്മൾ സ്നാക്സ് ആ സൈഡിലുള്ള ചെറിയ തട്ടുകളിൽ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നമുക്കും ഭക്ഷണം കഴിക്കേണ്ട സമയം പറ്റിയ ഇവിടുന്ന് കഴിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു തോണിയിൽ ഇങ്ങനെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനും മറ്റേ സേവ് ദ ഡേറ്റിനൊക്കെ ആയിട്ട് ഉള്ള തോണികൾ ഇങ്ങനെ റെഡിയാക്കാം കേട്ടോ. നല്ല പൂക്കൾ വെച്ച് അലങ്കരിച്ച ഒരു ബോട്ടാണേ. ഇത് തായ്ലാൻഡിലെ പഴയൊരു തോണിയും അതുപോലെ തന്നെ തേങ്ങാ കച്ചവടവും പണ്ട് അവർ നടത്തിയിരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിരിക്കുന്ന ഡെമോ പീസാട്ടോ. പഴയ ശരിക്കത്തെ തോണിയും തേങ്ങയൊക്കെ തന്നെയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു കുട്ടി പാട്ട് പാടുന്നത് കേട്ടത്.
നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലെ അതിനെ ഇങ്ങനെ വെട്ടിമുറിച്ച് പൂക്കൾ പോലെ വെട്ടിമുറിച്ചുണ്ടാക്കി അതിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ പേര് നമ്മളെ പോലെ ഇങ്ങനെ തോണിയിൽ പോയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒരു പാക്കേജ് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികളെ രസിപ്പിക്കാനായിട്ട് വലിയൊരു ടെഡ്ഡി ബിയർ പോലെ ഒരു പൂച്ചക്കുട്ടി. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്നത് കണ്ടു. പിന്നെ ഇപ്പുറത്ത് ഇതേ നമ്മുടെ നാട്ടിലെ ഇളന്നൻ, ഇവിടെ ഇതിന് പേര് തോട്ടനോട്ട്, കോക്കനട്ട് പോലെ തോട്ടനോട്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറേ പേർക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. പിന്നെ ഇത് ഈ പാലം കയറി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു കാഴ്ച ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണില്ലേ, ഒരു വലിയ മുളവടീൻ്റെ മേലെ രണ്ടുപേരിരുന്ന് പില്ലോ ഫൈറ്റ് ചെയ്യുന്നത്, ആ സംഭവം കേട്ടോ ഇത്. ഇവിടെ വഴി നീളെ നിറയെ തീൻമേശകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ്. അവർ ഈ തോണിയിൽ വന്നിട്ട് ഓരോരോ ചെറിയ സ്നാക്സ് ഉണ്ടാക്കി തരും. അത് ഇവിടെ സൈഡിലിരുന്ന് കഴിക്കുക. ചറപറാന്ന് മരത്തടികൾ കൊണ്ടുള്ള വഴികളാണ് കേട്ടോ. ഇതിലൂടെ നടക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കി നല്ല രസത്തിൽ പ്ലാസ്റ്റിക് കെട്ടി വെച്ചിരിക്കുന്നത്. അതെല്ലാം വെട്ടി അതിൽ പെയിൻറ്റ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുക കേട്ടോ, തോരണം പോലെ. എന്ത് രസമെന്ന് നോക്കി, ഇതെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലാട്ടോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെയും ചെയ്യാം. ഇത് കാണുമ്പോൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റിയൽ ലൈഫ് പൂക്കളാണെന്ന് വിചാരിക്കും. പക്ഷെ പൂക്കളല്ല, യഥാർത്ഥത്തിൽ ഇത് സോപ്പാണ്. നമ്മൾ മേത്ത് തേക്കുന്ന സോപ്പ് നല്ല രീതിക്ക് വെട്ടി ഉണ്ടാക്കി പൂ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കണേ, ഈ പഴം കൊണ്ടുള്ള എന്തോ ഒരു പരിപാടി കേട്ടോ. ഓംലെറ്റ് പോലെ അതിൽ പഴം ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്സ് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേറെ കുറേ സോവറിങ് ഷോപ്പുകളാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ തീൻമേശകളിലുള്ള ഒരുപാട് സംഭവങ്ങൾ, നമ്മൾ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത നോൺ വെജ് ഐറ്റംസ് ഒരുപാടുണ്ട്. പക്ഷെ നോൺ വെജ് ഒന്നും ഞാൻ ഇവിടുത്തെ ടേസ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഹെൽത്ത് കോൺഷ്യസ് കുറച്ചായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നോൺ വെജ് കഴിച്ചാൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സും ഇതേ നോക്കി എത്ര നല്ല ഡ്രസ്സുകളാണ്. പിന്നെ അതുകൂടാതെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കളും ഒരു രീതിക്കുള്ള സോപ്പുകളാണ് വെട്ടിവെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ പോത്തയാണ് കേട്ടോ. പോത്തേനെ ഇങ്ങനെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും നല്ല വലിയൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പോത്ത. നമ്മുടെ സാധാ പോത്തയാണ് അത്. പോത്ത മേത്ത് തേച്ച് കുളിക്കാനുള്ള സംഭവം കേട്ടോ. 69 ബാത്താണ്. ആലോചിച്ച് നോക്കി, നാട്ടിൽ ഏതാണ്ട് ഒരു 150 രൂപന് മേലെ പ്രൈസ് വരും ഒരു പോത്തയ്ക്ക്. പിന്നെ ഇങ്ങോട്ട് നോക്കണേ, പിന്നെയും ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സും ഹാൻഡിക്രാഫ്റ്റ്സ് ഷോപ്പുകളായിരിക്കും. കാരണം ടൂർ വരുന്നവരെല്ലാവരും ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. ഇത് ഇവിടെ കണ്ടില്ലേ, ഗണപതിയെ വെച്ച് പൂജിച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ രണ്ടുപേർ. അപ്പോൾ ഇവിടെ ഗണപതിയുടെ പൂജയുണ്ട്. നമ്മൾ വേറെ നൊങ്നോച്ച് ഗാർഡനിൽ പോയപ്പോഴും ഗണപതിയുടെ വലിയൊരു രൂപം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഏതാണ്ട് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് മെയിൻ എക്സിറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് നോക്കിയപ്പോൾ ഒരാൾ ഇരുന്ന് കുറേ പെയിൻറ്റിങ്സ് ചെയ്യുന്നു. നല്ല കളർഫുള്ളായി പെയിൻറ്റിങ്സ് ആയിരുന്നേ. പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ഷോപ്പാണ്. അവിടെ നമ്മൾ അണിയിച്ചൊരുക്കി തായ്ലാൻഡിൻ്റെ ട്രഡീഷണൽ രീതിക്കുള്ള ഒരു രൂപം ഉണ്ടാക്കി തരും. നമുക്ക് എന്നിട്ട് ഫോട്ടോ എടുക്കാനാണ്. ഇത് ഇവിടെ കണ്ടില്ലേ എന്ന പോലത്തെ രൂപങ്ങൾ ഇഷ്ടമുള്ള രീതിക്കാക്കി തരും. അതിനും ചെറിയൊരു പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഒരു 2 മണിക്കൂർ കാണേണ്ട കാഴ്ചകൾ, പക്ഷേ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ, ബൈ ബൈ. ഇതേ ഒരു ബോട്ട് നമ്മൾ അപ്പളേ കണ്ട യോട്ടുകളിലൊന്നാണ് കേട്ടോ.